ഇന്ന് അദ്ദേഹം ഒരു അലിഗേഷൻ പറയുകയാണ്, ഞാനും വിഷ്ണുവും 7 കോടി രൂപയോളം അദ്ദേഹത്തെ പറ്റിച്ചു, ഞങ്ങൾ കള്ളനാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പിൻവലിക്കേണ്ടത്. എന്താണ് പറ്റിച്ചതെന്ന് ഇന്നലെ ഏതോ എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണാന്ന് തോന്നുന്നു, മീഡിയ വണ്ണോ അത് ബിഗ് ടി വി ആണോ അതൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചു, അഭിലാഷ് പിള്ള എന്താണ് പറ്റിച്ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറ്റിച്ചെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പടത്തിന് വേറെ പടത്തിന് പോയെന്ന്. ഞാൻ പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിരിക്കണോ? എനിക്ക് അടുത്ത പടം ചെയ്യണ്ടേ, എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കണ്ടേ. ഇനിയും അടുത്ത കാര്യം, സുമതി വളവ് എന്നൊരു സിനിമ, ഓക്കെ, ലാഭവും നഷ്ടവും അവിടെ നിൽക്കട്ടെ, നഷ്ടമാണെന്ന് വെച്ചു. നഷ്ടമാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ നഷ്ടം വന്ന സിനിമയാണോ സുമതി വളവ്? ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ കണ്ടു, ഓക്കെ, അതിൽ എനിക്കും വിഷമമുണ്ട്, ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിന് വിളിച്ച ആളുമാണ്. ഇത് ആദ്യത്തെ വീഡിയോ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇതുപോലത്തെ വീഡിയോസ് വേറെ ഉണ്ട്. ഒരു വീഡിയോ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. വീഡിയോ മാത്രമല്ല, ലൈവായിട്ട് അത് കണ്ട ആളുണ്ട് ഇവിടെ. അദ്ദേഹം പറയും, സംസാരിക്കും. ഇത് മുരളിച്ചേട്ടനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മുരളിച്ചേട്ടനെ മോശമാക്കാനോ വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാവാം, എനിക്കറിയില്ല, അദ്ദേഹം തന്നെ പറയുന്നത് മോശമാണ്. പക്ഷെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത ഒരു പ്രൊഡ്യൂസർ 2 ആഴ്ച മുന്നേ ചെന്നൈയിൽ പോയി അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ റീമേക്ക് ചെയ്യാൻ നായകൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വെള്ളം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ അദ്ദേഹം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആത്മഹത്യ നിൽക്കുന്ന പുള്ളിക്ക് ആ പൈസ എടുത്ത് വെച്ചിട്ട് ജീവിച്ചൂടെ കുറച്ചു കാലത്തേക്ക്? എന്തിനാണ് അത് ചെയ്തത്? ആ അഡ്വാൻസ് വാങ്ങിച്ച നായകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടെയാണ്. അദ്ദേഹം എന്നെ ഒന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു. എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ പടം ചെയ്യും, കാരണം സുമതിയോട് അദ്ദേഹത്തിന് നഷ്ടമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തെങ്കിലും ഇത് ആ പടം തമിഴിൽ വർക്കാവും, ഉറപ്പായിട്ടും ആ സിനിമ തമിഴിൽ വർക്കാവുന്ന സിനിമയാണ്. ആ സിനിമ ചെയ്ത് ഒന്ന് സെറ്റാകും. അപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ബാക്കി പൈസ ആയിട്ടില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ മുരളിച്ചേട്ടനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു, മുരളിച്ചേട്ടാ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ചെന്നൈക്ക് വാ, ഈ പടത്തിന് എത്ര രൂപ ചെലവെന്ന് വെച്ചാൽ അത് നമുക്ക് റെഡിയാക്കാം, ഈ പടം നിങ്ങൾ ചെയ്യും, ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വീഡിയോ വരുന്നതിന്റെ ഒരു 3 ദിവസം മുന്നേ ഇദ്ദേഹത്തിനെ ഞാൻ വിളിക്കുകയും ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അവരാണ്. സുമതി വളവ് 2 ചെയ്യാൻ വേണ്ടി അന്ന് തൊട്ട് ചോദിക്കുകയാണ്. ഓക്കെ, സുമതി വളവ് 2 ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന് നമുക്ക് ചെയ്യാം, ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും, നമുക്ക് ഫണ്ട് ചെയ്യാം. സുമതി വളവ് 2 ഒരു കച്ചവട വാല്യൂ ഉണ്ട്. അത് ചെന്നൈയിലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി എൻ്റെ അടുത്ത് ചോദിക്കുകയും അതിന്റെ IP അടക്കം വാങ്ങിക്കാൻ തയ്യാറാവുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട്, ചേട്ടാ ധൈര്യമായിട്ടിരിക്കുക, ചേട്ടനെ കൂടി ഇന്നായിക്കൊണ്ട് ഈ പടം ചെയ്യാം, ചേട്ടന് ഒരു പ്രൊഫിറ്റ് ഷെയർ കിട്ടും എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒറ്റ രാത്രിയോടെ ഇത് മാറി മാറുന്നത് എന്ത് അത്ഭുതത്തിന്റെ പുറത്താന്നുള്ള കാര്യം ഇതിന് പിന്നീട് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഞാൻ സംസാരിക്കാം. അത് എവിടെ നിന്ന് വന്നുള്ള ഇതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇദ്ദേഹം കുറച്ചു മുന്നേ പറഞ്ഞ വിഷ്ണുവിന് ഇതേപോലെ അലിഗേഷൻസ് ആണ്. വിഷ്ണുവിന്റെ സംവിധാനം അറിയില്ല, അത് പുള്ളി പിന്നീട് അറിയുന്നു. വിഷ്ണുവിന്റെ വാളിയപ്പുറം സംവിധാനം ചെയ്ത് ഉണ്ണിയാന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സംവിധാനം അറിയാത്ത ഒരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതി വളവ് 2 ചെയ്യാൻ തയ്യാറായത്? അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം വിഷ്ണുവിനെ കണ്ടിട്ടില്ല, വിഷ്ണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ തവണ ഹയാത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിനെ താമസിക്കും. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായി എത്ര ഇപ്പൊ എനിക്കറിയാം. വെള്ളം സിനിമ വെള്ളം സിനിമ നഷ്ടം വന്ന സിനിമയാണ്. അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. അവര് വേണമെങ്കിൽ പ്രസ് മീറ്റിന് ഇനി അടുത്ത പ്രസ് മീറ്റിന് വേണമെങ്കിൽ അവര് വരാന്ന് പറയുന്നുണ്ട്. നദികളിൽ സുന്ദരി യമുന ആരാണ് പ്രൊഡ്യൂസർ? അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ സുമതി വളവിന്റെ പ്രൊഡ്യൂസർ പുള്ളി മാത്രമാണെന്ന് ഒരിക്കലും ഞാൻ പറയും പുള്ളി മാത്രമല്ല. നദികളിൽ സുമതി വളവിന്റെ പ്രൊഡക്ഷൻ പേര് നോക്കിയാൽ മതി, പ്രൊഡക്ഷൻ പേരിൽ വേറെ പേരുണ്ട്. അദ്ദേഹത്തിന് 7 കോടി നഷ്ടം വന്ന് പറയുന്നു. 7 കോടി നഷ്ടം വന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. ഇത് വായും കൊണ്ട് പറയലല്ല. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ ആളുകളുണ്ട്. ആ സിനിമയുടെ ചെലവുകൾ ചെയ്യട്ടെ, പറയട്ടെ. പിന്നെ ഒരു സിനിമയുടെ കണക്ക് പറയേണ്ട മറ്റൊരാൾ പ്രൊഡക്ഷൻ കൺട്രോളാണ്. ഇനി പ്രസ് മീറ്റിൽ അദ്ദേഹം ഇല്ല, അദ്ദേഹം വരുമെന്ന് പറയുന്നത് ലാസ്റ്റ് മൊമെന്റ് അദ്ദേഹം വന്നിട്ടില്ല. ഇനി ഈ സിനിമ സംഭവിച്ചതിന്റെ മറ്റൊരു കാര്യം, ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങളുടെ തന്നെ സുഹൃത്തായ മറ്റൊരു കൺട്രോളറുണ്ട്, നിങ്ങൾക്കറിയാം, സുനിൽ സിംഗ് എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളർ. അദ്ദേഹത്തെ വെച്ച് ഞങ്ങൾ ഈ പടത്തിന്റെ ബഡ്ജറ്റ് ഇടിച്ചിരുന്നു. ഇപ്പോഴും അദ്ദേഹം അയച്ച ബഡ്ജറ്റ് ഞങ്ങളുടെ ഉണ്ട്. അന്ന് അദ്ദേഹം അയച്ച ബഡ്ജറ്റ് 13 കോടി രൂപയായിരുന്നു ഈ പടത്തിന്റെ ബഡ്ജറ്റ്. ആ 13 കോടി കണ്ടിട്ട് ഇദ്ദേഹം പറഞ്ഞു, ഇല്ല പുള്ളി ശരിയല്ല, അതായത് പുള്ളിയെ മാറ്റണം. ഞങ്ങൾ അറിയാതെ പുള്ളി മറ്റൊരു കൺട്രോളറെ കൊണ്ടുവന്ന് ബഡ്ജറ്റ് ഇട്ടു. അപ്പൊ അവർ 11 കോടിക്ക് തീർത്തരാൻ പറ്റുന്നു. അന്നും ഞാൻ ആ കൺട്രോളർ പറഞ്ഞു, നിങ്ങൾ വർക്ക് കിട്ടാൻ വേണ്ടി വെറുതെ പറയരുത്, നാളെ ഈ സിനിമ എങ്ങാണ് ബഡ്ജറ്റ് കയറിയാൽ ഇത് പ്രശ്നമാവും എന്ന് പറയുമ്പോൾ ഇല്ല, ഉറപ്പായിട്ട് നമുക്ക് തീർക്കാന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളിൽ നിന്നും പിന്നീട് ആർട്ടിസ്റ്റുകളെ മാറുന്നു. ഇദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം മറ്റ് 1-2 ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ മാറ്റിയപ്പോൾ പോലും ബഡ്ജറ്റ് മാറ്റം വന്നു. കുറച്ചും കൂടെ വലിയ ആർട്ടിസ്റ്റ് വേണം ആ കഥാപാത്രത്തിൽ എന്ന് പറയുകയും അങ്ങനെ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അതും ബഡ്ജറ്റ് മാറി. ഇങ്ങനൊരു കൂട്ടായ്മ ചെയ്തൊരു സിനിമ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് നഷ്ടം വന്നാൽ അത് നികത്താൻ വേറെ എന്താ അടുത്ത വഴി എന്നുള്ളത് പുള്ളി സംസാരിക്കുക വേണ്ടത്. അല്ലാതെ
ആത്മഹത്യാ വീഡിയോ എടുത്തു. ആ ആത്മഹത്യാ വീഡിയോ വന്ന രാത്രിയിൽ ആ വീഡിയോ പുള്ളിക്ക് പരിചയമുള്ള ആരോ കാണുകയും അത് പുള്ളി ഇൻസ്റ്റയിൽ 5 മിനിറ്റ് ഡിലീറ്റ് ചെയ്തു. ത്രെഡിലാണ് കിടന്നതെന്ന് പറയുന്നു. ത്രെഡിൽ നിന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ആർക്കോ അയച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി നോക്കാൻ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ പറയുന്നു. രാത്രി വീട്ടിൽ ചെന്ന് പുള്ളി സുഖമായി കിടന്ന് ഉറങ്ങുമായിരുന്നു. പുള്ളി ഒരിക്കലും ആത്മഹത്യ നിൽക്കല്ലായിരുന്നു. പുള്ളിക്കൊരു സ്ഥിരം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പുള്ളി ഒരുപക്ഷെ പുള്ളിയുടെ വിഡ്രോവൽ സിൻഡത്തിന്റെ ആവാം, ലൈഫിന്റെ പ്രശ്നത്തിന്റെ ആവാം, അതൊക്കെ വാട്ടർ വ്യത്യാസം, അത് അദ്ദേഹത്തിന്റെ പ്രശ്ന കാര്യം. പക്ഷെ ആ ഒരു ഒറ്റ ഇഷ്യൂവിന്റെ പുറത്ത് 2 ദിവസം മുന്നേ വരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിച്ച ആര് ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയാതെ ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ പൈസ പറ്റിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇതിൽ എവിടെയാണ് പൈസ പറ്റിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഇദ്ദേഹത്തിന് 7 കോടി രൂപ പോയി, 7 കോടി രൂപ 3.5 എനിക്ക് 3.5 വിഷ്ണുവിന് എടുത്തു എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾ സമ്മതിക്കാം. അദ്ദേഹം തന്നെ പറയുന്നു അദ്ദേഹം ഞങ്ങൾ പൈസ ഞങ്ങൾക്ക് തന്നതല്ല. പുള്ളി ഇന്നലെ പറയും എനിക്ക് 25 ലക്ഷം തന്നെ. വിഷ്ണു എത്ര കൊടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. എത്ര കിട്ടിയെന്ന് വിഷ്ണുവോട് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മാളികപ്പുറം കഴിഞ്ഞിട്ട് ഞങ്ങൾ വെച്ചൊരു പണം ചെയ്യുമ്പോൾ അത് റിസ്ക് എടുക്കാനല്ലേ ഒരു പ്രൊഡ്യൂസർ വരുന്നത്. ഇത് ഇന്ന് ഞാൻ പറയും, ഇത് ഞാനോ വിഷ്ണു മാത്രമല്ല, ഇവിടുത്തെ എത്രയോ റൈറ്റേഴ്സിനും എത്രയോ ഡയറക്ടേഴ്സിനും അവർ ചെയ്ത സിനിമയുടെ പ്രതിഫലം ഇപ്പോഴും കിട്ടാറുണ്ട്. ഈ സിനിമ ലാഭമായാൽ ഇതൊന്നും ഞങ്ങൾക്കല്ലല്ലോ. ഈ സിനിമ പുള്ളി ആദ്യം തൊട്ടേ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് മാളികപ്പുറം 100 കോടിയല്ലേ, അപ്പം ഈ പടം 100 കോടി കിട്ടില്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ എന്താ പറയുന്നത്, ചേട്ടാ പടം ഓടും, വിജയിക്കും, നമ്മുടെ കോൺഫിഡൻസാ പറയുന്നത്. പുള്ളി അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ വിഷമം പുള്ളിക്ക് ഈ പടത്തിന് 100 കോടി വന്നില്ല എന്നുള്ളതാണ്. 100 കോടി എല്ലാ പടം 100 കോടി അടിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇവിടെ എല്ലാ സിനിമയും അടിക്കില്ലേ. 3-ാം ദിവസം ഞങ്ങളും പെടത്തില്ലേ 100 കോടി കളക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളും പെടത്തില്ല എല്ലാ പടത്തിനും. അങ്ങനെ എല്ലാ സിനിമയ്ക്കും സംഭവിക്കില്ല. ഒരു വർഷം മലയാളത്തിൽ തന്നെ എത്ര സിനിമകൾ വിജയിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ കണക്കുകൾ കൃത്യമായി പുറത്തു വിട്ടപ്പോൾ അതിനെ പേടിച്ച് കുറെ പേര് എതിർത്തു. ഞാൻ പറയുന്നത് അത് കറക്റ്റ് കാര്യമായിരുന്നു. പടത്തിന്റെ കണക്ക് പുറത്തു വിടേണ്ടതാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇത് ഒരു സിനിമ വിജയിക്കുന്നു, അതിന്റെ സംവിധായകനെ, എഴുത്തുകാരനെയും അതിന്റെ ടെക്നീഷ്യനെ, ആർട്ടിസ്റ്റിനെ വിളിച്ചു വരുത്തി ഒരു പ്രൊജക്ട് സെറ്റ് ചെയ്യുന്നു. ഇതിന്റെ പേരിൽ കാശ് എടുക്കുന്നു. നാളെ ഈ പൈസ തിരിച്ചു കൊടുക്കാനില്ലാതാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിൽ വർക്ക് ചെയ്തവരൊക്കെ മോശം പറയുക. ഞങ്ങൾ ഇതേ ഇൻഡസ്ട്രി ഇനിയും വർക്ക് ചെയ്യേണ്ടവരാണ്. ഇനിയും സിനിമകൾ ചെയ്യാൻ വേണ്ടി വേറെ ഉള്ള ജോലി കളഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഇതെന്താ വെച്ചാൽ ഒരുപക്ഷെ ഇവർ 2 പേരെക്കാട്ടിലും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചുകൂടെ ആക്റ്റീവായി ഞാൻ നിൽക്കുന്നുണ്ടാവാം. എനിക്കുള്ള ചീത്തവിളി ഇത്തിരി കൂടുതലായിരുന്നു. ഞാനത് പ്രിന്റ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ മുന്നിൽ തന്നെ ഞാൻ കാണിക്കാം. അതിൽ PR എന്താണെന്നുള്ള കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായത് ഇന്നലെയാണ്. ഞാനത് കൃത്യമായിട്ട് ആ പേരടക്കം ഞാൻ ഇവിടെ പറയാം. അതിന് പല കാരണം കാണും. ഞാൻ മുന്നേ സിനിമയുടെ ഒരു പൊളിറ്റിക്കൽ സട്ടയർ കാണും. ആ പൊളിറ്റിക്കൽ അന്നോട്ട് എനിക്കറിയാം, അന്നോട്ട് എന്ത് പോസ്റ്റ് ഇട്ടാലും താഴെ വരുന്ന കമന്റുകൾ എനിക്കറിയാം. പക്ഷെ അതൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു 1 സൈഡ് സ്റ്റോറി മാത്രം കേട്ടിട്ട് നമ്മളെ ആ രീതിയിൽ അറ്റാക്ക് ചെയ്യുക, നമ്മുടെ ഫോട്ടോസ് യൂസ് ചെയ്ത് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളടക്കം ന്യൂസ് കൊടുക്കുക, ഇത് തെറ്റാണെന്ന് തെളിഞ്ഞു കഴിയുമ്പം ഇതിനെതിരെ ഡിഫോമേഷൻ ഫയൽ ചെയ്താൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഈ ഒരു ആളുകൾ തമ്മിലുള്ള ട്രസ്റ്റ് തിരിച്ചു തരും.